ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സഹകരണ മേഖലയെക്കുറിച്ചാണ്. ഞങ്ങളുടെ നാട്ടിലെ ഒരു സഹകരണ ബാങ്കിൻ്റെ ഇലക്ഷൻ ഈ അടുത്ത ദിവസം നടക്കുന്നുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരാളുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിക്കാനിടയായി. നമുക്കറിയാം, സഹകരണ ബാങ്കിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സംവിധാനമുണ്ട്. ഒരു പാനലായിട്ട് മത്സരിക്കുന്നു. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ 1-2 രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് ഒരു സഹകരണ സംരക്ഷണ മുന്നണിയെന്നോ മറ്റോ പേരൊക്കെ പേരിട്ട് ഒന്നിച്ചു നിൽക്കുന്നു, ഒരു പാനലായിട്ട് മത്സരിക്കുന്നു. അതുപോലെ മിക്കവാറും ഇത് പാനലുണ്ടാകാം ഒരു പക്ഷേ. അപ്പം ഈ പറയുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ആൾ സംസാരിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെട്ട കാര്യം, വോട്ട് ചോദിക്കുന്നതിനോടൊപ്പം ആവശ്യപ്പെട്ട ഒരു കാര്യം, ആ പാനലിന് ഒന്നാകെ വോട്ട് ചെയ്യണമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പറയുന്ന സഹകരണ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഈ പാനൽ വോട്ട് തന്നെയാണ്. കാരണം തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭരണ സംവിധാനം, സഹകരണ ബാങ്കിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ മിസ്മാനേജ്മെൻറ്റ് തന്നെയാണ് ഇപ്പോഴത്തെ പല സഹകരണ ബാങ്കുകളുടെയും തകരാറിലാക്കാനുള്ള പ്രധാന കാരണം. അത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമുക്കറിയാം, ഒന്നുകിൽ ഇലക്ഷൻ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു പാനൽ ഒറ്റ കാണുകയുള്ളൂ. അപ്പം ബാക്കിയുള്ളവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തി മാറ്റും. ആ പാനൽ അങ്ങ് ജയിച്ചതായിട്ട് കാണിക്കും. അവർ വർഷങ്ങളായിട്ട് അവർ തന്നെ ഭരിക്കുന്നു, അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നു, ആരും ചോദിക്കാനില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും നമ്മുടെ സഹകരണ ബാങ്കുകൾ ഇപ്പോൾ പ്രശ്നത്തിൽ ആയിരിക്കുന്നത് നമുക്കറിയാം. എങ്കിൽ പോലും ഇപ്പോഴും ആളുകൾ പറയുന്നത്, നിങ്ങൾ ആ പാനലടക്കം വോട്ട് ചെയ്യണം. വേറൊരു കാൻഡിഡേറ്റ്, മറ്റേ പാനലിൻ്റെ ഒരു കാൻഡിഡേറ്റ് നമ്മളോട് വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പാനൽ തെറ്റിച്ച് വോട്ട് ചെയ്യാനാണ്, 2 പാനലിലുമായിട്ട് വോട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങോട്ട് വരുപോലും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? കാരണം ഇവർ അത് ആഗ്രഹിക്കുന്നില്ല. ഒരു എതിർ ശബ്ദം, എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു എതിർ ശബ്ദം ഉണ്ടാവരുത്. അവർ പാനൽ ഫുള്ള് ജയിക്കണം. അത് ഇവിടെ മാത്രമല്ല, കേരളം ഒട്ടുക്കുള്ള ഒരു സംവിധാനമാണ്. സഹകരണ മേഖല തകരാനുള്ള പ്രധാന കാരണം അതാണ്, ഒരു പാനൽ സംവിധാനം. ഇത് മാറണം. കാരണം ഒരു ഇലക്ഷൻ ആകുമ്പോൾ അതിനകത്ത് ഒരു ഭരണ സംവിധാനം വരുമ്പം അതിനകത്ത് ആരെങ്കിലും ജയിച്ചോട്ടെ ഭരിച്ചോട്ടെ കുഴപ്പമില്ല, പക്ഷേ അവിടെ ഒരു എതിർ ശബ്ദം ഉണ്ടാവണം. അത് നമുക്ക്, അപ്പം നമ്മളൊരു വോട്ടറാണെങ്കിൽ, നമ്മൾ സഹകരണ ബാങ്കിൻ്റെ നമുക്കൊരു ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പാനലിനടക്കം വോട്ട് ചെയ്താൽ നമ്മുടെ പൈസയാണ് അവിടെ കിടക്കുന്നത്. അതിന് സുരക്ഷിതത്വം ഉണ്ടാവണമെങ്കിൽ, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നമ്മളെ അറിയിക്കാൻ, പൊതുജനത്തെ അറിയിക്കാനായിട്ട് ഭരിക്കുന്നവരുടെ ഒരു എതിർ ശബ്ദം അവിടെ ഉണ്ടാവണം, ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. അത് ഏത് സഹകരണ ബാങ്കിൽ, നമ്മൾ പഞ്ചായത്തിലൊക്കെ വോട്ട് ചെയ്യുമ്പോൾ എന്താ, നമ്മൾ ഒരു പാനലടക്കം വോട്ട് ചെയ്യുമല്ലോ. ആ ഒരു സംവിധാനം എല്ലായിടത്തും ഉണ്ടാവണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, താങ്ക് യു.